വെള്ളാപ്പള്ളി ആരുടെ കൊട്ടേഷൻ? ഇന്നലത്തെ ഏഷ്യാനെറ്റിലെ അഭിജോത് എന്ന് പറയുന്ന ആങ്കറുടെ അല്ലെങ്കിൽ അവതാരകൻ്റെ ടൈറ്റിലാണ്. ഞാനും ഈ ചാനലുകളിലൊക്കെ പോകുന്ന ആളായതുകൊണ്ട്, പ്രത്യേകിച്ച് പ്രളയ സമയത്തും വെള്ളപ്പൊക്ക സമയത്തും ഉരുൾപൊട്ടൽ സമയത്തൊക്കെ ധാരാളം ചാനലുകളിൽ പോകുമായിരുന്നു. ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് കർണാടക ശിരൂരിൽ പിന്നെ ഒരാൾ മരിച്ചപ്പോൾ ഒക്കെ അതിന് വേണ്ടിയിട്ട് അർജുൻ്റെ കാര്യത്തിലൊക്കെ അത് ധാരാളം ചാനലുകളിൽ പോകുന്ന ആളാണ്. അപ്പോൾ സാധാരണ ഈ ആങ്കർ, അന്നത്തെ ആങ്കർ ആരാണോ അദ്ദേഹമാണ് നമ്മളെ വിളിക്കുക. ആങ്കറാണ് ടൈറ്റിലും പരമാവധി ഫിക്സ് ചെയ്യുക. അപ്പോൾ ആങ്കർക്ക് ടൈറ്റിലിനൊരു പങ്ക് കാണും, ആങ്കർ വിളിക്കുന്ന ഗസ്റ്റുകൾക്കും വിളിക്കുന്നതിൽ ആങ്കർക്കൊരു പങ്ക് കാണും. അപ്പോൾ അത് വച്ച് നമുക്ക് മനസ്സിലാക്കാം ആങ്കറുടെ ഒരു രാഷ്ട്രീയം എന്താണെന്ന്, അല്ലെങ്കിൽ ആങ്കറുടെ ഒരു ശൈലി എന്താണെന്ന്. അപ്പോൾ രാവിലെ നമുക്കറിയാൻ പറ്റും. ഇപ്പം ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിൽ ടൈറ്റിലും ആങ്കർ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ചർച്ച ഇങ്ങനെ പോകും. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടാണെങ്കിൽ ഇങ്ങനെ പോകും ചർച്ച, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയാവോ? വെള്ളാപ്പള്ളിക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? വെള്ളാപ്പള്ളിക്ക് അഭിജോതാണ് അവതരിപ്പിക്കുന്നത്. എത്ര മോശമായ പരിപാടിയാണ് വെള്ളാപ്പള്ളി. അതുപോലെ മാധ്യമ വേട്ടയങ്ങ് നടത്തുകയാണ്. ഇതേ വെള്ളാപ്പള്ളി പറഞ്ഞ, നടേശൻ പറഞ്ഞ ഇതേ വിഷയമല്ലേ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞത്? ആ വീഡിയോസ് ഇപ്പോൾ കിടപ്പുണ്ടല്ലോ. 2040 ആകുമ്പോൾ ഇവിടെ എന്താ മുസ്ലിങ്ങളുമായി ബന്ധപ്പെടുത്തി എന്താ സംഭവിക്കുമെന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ. AK ആൻ്റണി പറഞ്ഞല്ലോ, മുസ്ലിം ലീഗിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തിയ വേറെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഈ രാജ്യത്ത് ജീവിക്കണ്ടേ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ആ AK ആൻ്റണി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ. വി എസ് അച്യുതാനന്ദൻ അസുഖമായിട്ട് കിടക്കുന്ന, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയൊന്നുമില്ല, പോയി ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല. പക്ഷേ വീഡിയോ കിടപ്പുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ ജോലി എന്താ? വെള്ളാപ്പള്ളി നടേശന് വേറെ ഒരു ജോലിയില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ ജോലി SNDPയുടെ അദ്ദേഹം നേതാവാണ്. SN ട്രസ്റ്റ് സ്കൂളുകളുടെയും കോളേജുകളുടെയും അധിപനാണ്. അപ്പോൾ അതുപോലെ പിന്നെ നമ്മുടെ കുറച്ച് സ്വയം സഹായ സംഘങ്ങളെയും കൂടെ ലൈവ്ലിഹുഡ് പ്രോഗ്രാം ചെയ്യുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്വയം സഹായ സംഘങ്ങളുടെയൊക്കെ നേതാവാണ്. അത്ര മൈക്രോ ഫിനാൻസിൻ്റെ ഇത്രയേ ഉള്ളൂ വെള്ളാപ്പള്ളി. അല്ല, വെള്ളാപ്പള്ളി നടേശൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രികളൊന്നുമല്ല, ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞ് നവോത്ഥാന നായകനുമല്ല. അദ്ദേഹത്തിൻ്റെ ജോലി ഈഴവ സമുദായത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യുക. വളരെ സിമ്പിളാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയും. അത് ഈഴവരുടെ യോഗത്തിൽ പറയും, വേറെ എവിടെ പുറത്തിറങ്ങി പറഞ്ഞില്ലല്ലോ. പിന്നെ നിർഭയം അദ്ദേഹം പറയും, അതിന് അദ്ദേഹത്തിന് പേടിയില്ല. നിർഭയത്തോടും ഭയമില്ലാതെ അദ്ദേഹം പറയും. അതിലെവിടെയാണ് വർഗീയത വരുന്നത്? ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു സമൂഹത്തിൽ, വേറൊരു സമുദായത്തിൻ്റെ എണ്ണം കൂടി വരുന്നു. അതിലെവിടെയാണ് വർഗീയത? അപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ കുറേ ഡേറ്റ വയ്ക്കുന്നു. അദ്ദേഹം പറഞ്ഞതെന്താ? ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് ഈഴവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. സെൻസസ് ഡേറ്റയാണ് പുള്ളി പറയുന്നത്. അതേസമയം മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ എണ്ണം കൂടി വരുന്നു, നമ്പർ കൂടി വരുന്നു. സന്താന നിയന്ത്രണം ഇന്ത്യയിൽ വന്നതിന് ശേഷം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പോപ്പുലേഷനെ കുറയ്ക്കണമെന്നൊരു ആഹ്വാനം വന്നതിന് ശേഷം ഹിന്ദുക്കൾ 8ഉം 10ഉം പ്രസവിച്ചുകൊണ്ടിരുന്ന അമ്മമാരുടെ മക്കളൊക്കെ രണ്ട് പ്രസവം, മാക്സിമം 2 അല്ലെങ്കിൽ 1. എന്നാൽ ഈ വിഷയം മറ്റ് സമുദായങ്ങളിലേക്ക് പോയിട്ടില്ല. ഈ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു പരിധിവരെ പോയി, പക്ഷേ മുസ്ലിം സമുദായത്തിലേക്ക് അത് പോയിട്ടില്ല. അവർ എണ്ണത്തിൽ ഇപ്പോഴും പ്രസവത്തിൻ്റെ എണ്ണത്തിൽ 5ഉം 6ഉം മക്കൾ അവർക്കുണ്ട്. അതൊരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരുടെ എണ്ണം കൂടി വരുന്നു. അങ്ങനെ വന്നാൽ നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാതെ പോകുമോ, അധികാര സ്ഥാനത്തേക്ക് നമ്മുടെ ആളുകൾ വരാതിരിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അദ്ദേഹത്തിന് പങ്കുവെക്കണ്ടേ? പിന്നെ ബാക്കി രണ്ടാം പാർട്ട് പറഞ്ഞ് നിങ്ങളൊക്കെ പ്രൊഡക്ഷനിൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് തമാശയായിട്ട് പറയുന്നതാണ്. അവരുടെ പെണ്ണുങ്ങൾ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രസംഗത്തിൽ നമ്മൾ എന്തെല്ലാം വാക്കുകൾ പറയും? ഇതാ അവിടെ പ്രൊഡക്ഷൻ കൂടുന്നു, നിങ്ങളും പ്രൊഡക്ഷൻ നടത്തിക്കോണമെന്ന് പറയുമ്പോൾ അതിലൊരു സർക്കാസവും ഒരു തമാശയും ഒരു മീറ്റിങ്ങിൻ്റെ ഒരു വാക്കാണ്. അതൊരു ഹാൾ പ്രോഗ്രാം പറയുകയാണ്. അതിന് ഇങ്ങനെ മാധ്യമ വേട്ടപാടുണ്ടോ? സ്മൃതി പരുത്തിക്കാടാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ തുറന്നു വെച്ചിട്ട് അങ്ങ് പറഞ്ഞ് തള്ളി മറിക്കുകയാണ്. ഇയാൾ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ്, ഇദ്ദേഹം മതഭീകരവാദിയാണ്, ഇദ്ദേഹത്തെ ഇപ്പോൾ പിടിച്ച് ജയിലിടണം, എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മീഡിയ വൺ, എല്ലാ ചാനലുകളും ഇന്നലത്തെ ഏത് ചാനൽ എടുത്തു നോക്കിയാലും വളരെ വലിയ വർഗീയവാദിയായി മോശമായി വെള്ളാപ്പള്ളിയെ ചിത്രീകരിക്കാൻ നോക്കുന്നു. അത് ശരിയല്ല. വെള്ളാപ്പള്ളിയുടെ കാര്യം പറയട്ടെ, അത് ചർച്ച ചെയ്യണം. സമസ്തയുടെ അഭിപ്രായം പറയും, അത് ചർച്ച ചെയ്യണം. ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ നിയമം പുതിയത് വന്നാൽ അഭിപ്രായം പറയും. മുത്തലാഖ് വന്നപ്പോൾ പലരും അഭിപ്രായം പറഞ്ഞില്ലേ, പക്ഷേ ഗവൺമെൻറ് മുത്തലാഖ് മുന്നോട്ട് പോയില്ലേ? വഖഫ് നിയമം വന്നപ്പോൾ പലരും ആശങ്ക പ്രകടിപ്പിച്ച് വഖഫ് നിയമമായിട്ട് മുമ്പോട്ട് പോയില്ലേ ഗവൺമെൻറ്? എന്ന് വെച്ചാൽ ആശങ്ക പ്രകടിപ്പിക്കുന്നവരെ തന്തയ്ക്ക് വിളിക്കുകയും തള്ളയ്ക്ക് വിളിക്കുകയും ചെയ്താലോ? അതുപോലെ CAA വന്നു, പിന്നെ നമ്മുടെ പൗരത്വ നിയമം വന്നു, ചില ആശങ്കകൾ പറഞ്ഞു മുസ്ലിം സംഘടനകൾ, പക്ഷേ ഗവൺമെൻറ് മുമ്പോട്ട് പോയി. അങ്ങനെ സംഭവിക്കും. 370 ആർട്ടിക്കിൾ 370 കാശ്മീരിൽ എടുത്തു കളഞ്ഞപ്പോൾ ഒരുപാട് വിവാദമുണ്ടായി. പക്ഷേ ഗവൺമെൻറ് അത് ശരിയാണെന്ന് ഗവൺമെൻറ്റിന് നിശ്ചയദാർഢ്യം ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കിട്ടിയ നിയമോപദേശവും സാങ്കേതിക ഉപദേശം അനുസരിച്ച് ഗവൺമെൻറ് മുമ്പോട്ട് പോയി. അങ്ങനെയാണല്ലോ പോകുന്നതെന്നേ. ഒരു സമയം അങ്ങനെയല്ലോ. പിന്നെ ആരും മിണ്ടാൻ പാടില്ല. ആരെങ്കിലും മിണ്ടിയാലേ അവർ ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്നവരാണോ എന്നുള്ള ചോദ്യം. പിന്നെ രണ്ടാമത് ഇത് മറ്റാരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനെയൊക്കെ അലക്കി വെളുപ്പിച്ച് മാധ്യമ വേട്ട തന്നെ നടത്തുകയാണ്. അത് ശരിയല്ല. വെള്ളാപ്പള്ളി നടേശൻ ഒന്നും കണക്കാക്കണ്ട. അദ്ദേഹം 30 വർഷമായി ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളുടെ നേതാവാണ്.
ആ ഒരു പ്രതിപക്ഷ ബഹുമാനം കൊടുക്കണ്ടേ? ആ ഒരു സ്നേഹം കൊടുക്കണ്ടേ? നിരവധി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിറക്കുന്ന സ്ഥാപനങ്ങളുടെ അധിപനാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്ന മൈക്രോ ഫിനാൻസ് സംഘത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം അല്ലാതെ കൊള്ളക്കാരനാണോ മറ്റാണെന്നൊക്കെ ഉള്ളതൊക്കെ വേറെ വിഷയം. ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നാശക്കോട്ടയാക്കരുത്. കുമാരനാശാനെ കുറിച്ചൊക്കെയാണ് പലരും പരിഭവപ്പെടുന്നത്. കുമാരനാശാൻ മരിച്ചത് എങ്ങനെയാണ്? പല്ലനയാറ്റിൽ. കുമാരനാശാനെ കൊന്നതാരാണ്? ഇതൊക്കെ ചർച്ച ചെയ്താലേ നമ്മൾ അവസാനം വേറെ തലത്തിലേക്ക് മാറും. നന്നായി നീന്താൻ അറിയാമായിരുന്ന കുമാരനാശാൻ മരിച്ചതെങ്ങനെയാണ്? ചെറിയ കാൽമുട്ട് പോലും അത്ര പോലും വെള്ളമില്ലാത്ത സ്ഥലത്ത്, ബോട്ടിന് മാത്രം പോകാൻ കഴിയുന്ന വെള്ളമുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ബോട്ട് മറിഞ്ഞിട്ട് പല്ലനയാറ്റിൽ മരിച്ചത്? അന്ന് മലബാർ മാപ്പിള ലഹള ഉണ്ടാകുമ്പോൾ കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയപ്പോൾ കുമാരനാശാൻ്റെ അവസ്ഥ ദുരവസ്ഥയായില്ലേ? അന്ന് ആരൊക്കെയാണ് പ്രമേയം പാസ്സാക്കിയത്? ഇതൊന്നും നമ്മൾ ഒരു ചാനലിലിരുന്ന് പറഞ്ഞ് ശരിയല്ല ഇന്നത്തെ കാലത്ത്. അതുകൊണ്ടാണ് പലതും പറയാതിരിക്കുന്ന. സ്മൃതി, അഭിജ്യോതെ, അല്ലെങ്കിൽ പിന്നെ അഭിലാഷേ, നിങ്ങൾ അതുകൊണ്ട് ചരിത്രം പഠിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയാൽ, ഒരാൾ അമ്പലത്തിൽ പോയാൽ, ഒരാളൊരു കാവി കൊടിയെടുത്ത് കൊടുത്താൽ, ഒരു കാവി ഷർട്ട് ഇട്ടാൽ ഉടൻ അതൊരു സംഘിയായി, BJP ആയി, ചാണകമായി. പിന്നെ അപ്പുറത്തെ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ, താടി വളർത്തിയാൽ മൊല്ലാക്കിയായി, കുരിശ് വരച്ചാൽ ഉടനെ അവനെ. അങ്ങനെയൊന്നും പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. ആളുകൾക്ക് ഇവിടെ മതസ്വാതന്ത്ര്യവും ജാതി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം കൊടുത്തിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം വെള്ളാപ്പള്ളി എന്നൊക്കെ പറയുന്ന സ്മൃതി പരുത്തക്കാടൊക്കെ ഇരുന്നിട്ട് വെള്ളാപ്പള്ളി എന്നൊക്കെ അങ്ങ് പറയുന്ന കേട്ടാൽ സാറിനൊന്നും വിളിക്കണ്ട. പക്ഷെ പറയുന്ന ആ ബോഡി ലാംഗ്വേജും ശബ്ദമൊക്കെ, ഞാൻ വെള്ളാപ്പള്ളിയുടെ ആരുമല്ല, എന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ ആരുമല്ല, എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുമില്ല, നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ എന്നാലും ഒരു ചാനൽ ചർച്ചയെ കാണുമ്പോൾ ഇതൊരു ഒന്നൊന്നര പരിപാടിയാണ്. അഭിജ്യോതായാലും എല്ലാവരും നിങ്ങളുടെ ടൈറ്റിലുകൾ, അതുപോലെ നിങ്ങളുടെ പ്രകടനങ്ങൾ എല്ലാം നിങ്ങൾ വളരെ വലിയ കുഴപ്പമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ആയിരിക്കും ഈ വെള്ളാപ്പള്ളി നടേശൻ അവർകളെ പോലെയുള്ളവർ പറഞ്ഞതിലല്ല സമൂഹം ഭിന്നിക്കാൻ പോകുന്നത്. നിങ്ങളെപ്പോലുള്ള കുത്തിത്തിരിപ്പുകാരെ കൊണ്ടും അടുപ്പുകൂട്ടി ചർച്ചക്കാരെ കൊണ്ടുമാണ് ഈ രാജ്യത്ത് വിഭജനവും വർഗീയ കലാപവും പരിപാടികളും ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ഏത് രാജ്യം എടുത്താലും കൊലപാതകങ്ങൾ, വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായാൽ അവിടെ മാധ്യമ സെൻസർഷിപ്പ് ഉണ്ട്. അത് കൊടുക്കാൻ പാടില്ല. ഒരു വാർത്ത കൊടുക്കുക, അതിനപ്പുറം കൊടുക്കാൻ പാടില്ല. ഇവിടെയാണെങ്കിൽ ആഘോഷമാണ്, ഉത്സവമാണ്, ആറാട്ടാണ്. അത് നിർത്തിയാൽ തീരാവുന്ന വർഗീയതയൊക്കെ ഈ സമൂഹത്തിലുള്ളൂ.